അച്ഛനോട് പറഞ്ഞു, നന്ദബാബയോട് എന്താ പറഞ്ഞത്? അച്ഛ എനിക്ക് ഒരു വേണു വേണം, ഒരു ഓടക്കുഴൽ വേണം എന്ന് പറഞ്ഞു. സാധിച്ചു കൊടുക്കന്നെ. അച്ഛൻ എന്ത് ചെയ്തു? ഒരു മുള എടുത്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് 9 ദാരങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അദ്ദേഹം തന്നെ ആ വേണു ഉണ്ടാക്കിയിട്ട് മകന് കൊടുത്തു. അതിൻ്റെ അകത്ത് തന്നെ എന്താ സരസ്വതി ദേവി അന്നേരം തന്നെ നാടാണ്ട് വേണുഗാനത്തില് എല്ലാം മതിമറന്ന് പശുക്കളായാലും ഗോപന്മാരായാലും ഗോപികളായി കഴിഞ്ഞു കഴിഞ്ഞാലും ലോകം മൊത്തം പ്രപഞ്ചം മൊത്തം അതിനകത്ത് ആ ഭഗവാന്റെ വേണുഗാനത്തില് മതിമറന്ന് ആറാടുന്നു, ആനന്ദത്തിൽ ആറാടുന്നു. ദേവകൾ എന്താ ഭഗവാന്റെ ഓരോ ലീലകൾ കാണാൻ വേണ്ടിയിട്ടും ആകാശത്ത് നിറയുമെന്നുള്ളത്. അപ്സരകളും അതിന്റെ ദേവന്മാര്, സുരന്മാര്, അപ്സരന്മാര്, പിന്നെ യോഗീന്ദ്രന്മാര്, മുനിമാര്, സപ്തർഷികള്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് എന്ന് പറയേണ്ട എല്ലാവരും ആകാശത്ത് അവരവരുടെ വിമാനങ്ങളിൽ വന്ന് നിറയും ഭഗവാന്റെ ഓരോ ലീലകൾ കാണണമെന്നുള്ളത്. അങ്ങനത്തെ ഒരു ലീലയാണ് വേണുഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്കറിയാം. ഭഗവാന് നന്ദബാബയ്ക്ക് 9 ലക്ഷം പശുക്കളാ ഉള്ളത്. രാവിലെ ഭഗവാനും കൂട്ടരും കൂടി പശുക്കളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് വനങ്ങളിൽ അങ്ങ് പോകും. എന്നിട്ട് അവിടെ ഇരുന്ന് കളിച്ച് ചോറൊക്കെ ഉണ്ട് വൈകുന്നേരം ആവുന്ന സമയത്താണ് വരുന്നത്. അങ്ങനെ ആ പോകുന്ന സമയത്തായി കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവാൻ ദൂരെ പോവല്ലേ അവിടെ നിന്നിട്ട്. അത്രയും ഗോപികന്മാർക്ക് ഒരു ശകലവും ഭഗവാനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവരെന്താ ചെയ്യുന്നത്? അവരുടെ ബ്രഹ്മാവിനെ പോലെ അവർ ശപിക്കുന്നു, എന്താ ദേഷ്യപ്പെടുന്നു, എന്താ നമ്മുടെ ഈ കണ്ണ് ചിമ്മുന്നത്. അങ്ങനെ ആ കണ്ണ് ചിമ്മുന്ന അത്രയും സമയം പോലും ഭഗവാനെ അവർക്ക് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ബ്രഹ്മാവിനെ പോലും എന്നിട്ട് ദേഷ്യപ്പെടുന്നു എന്നുള്ളത്. അത്ര പോലും ഭഗവാനിന്റെ വിരഹം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഭഗവാനെ എന്താ രാവിലെ അങ്ങ് പോകും, വൈകുന്നേരമാ വരുന്നത്. ആ രാവിലെ പോകുന്ന സമയത്തായി കഴിഞ്ഞാലും വേണൂതി എല്ലാവരും കൂടെ ഭഗവാൻ ഇങ്ങനെ ഏറ്റവും മുന്നില് വേണു ഓടക്കുഴലൂതി ഇങ്ങനെ പോകും. എന്നിട്ട് പുറകില് പശുക്കളും ഗോപന്മാരും പിന്നെ അവരുടെ പശുക്കളും എന്ന് പറയണ്ട. ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത്, തൃശ്ശൂർ പൂരം എങ്ങനെയാ, അതിന്റെ ആ പൂരമൊന്നും അല്ല, അതിന്റെ എത്രയോ വലുതായിട്ടുള്ള ഒരു പൂരം പോകുന്നത് പോലെയാണ് ഭഗവാന്റെ ആ എഴുന്നള്ളത്ത് പോകുന്നത്. തിരിച്ചു വരുമ്പോഴും അതേപോലെ തന്നെയാ. തിരിച്ചു വരുന്ന സമയത്ത് ഭഗവാനെ കാണാൻ ഭയങ്കര രസമാണ്. എന്താ രാവിലെ തൊട്ടേ കളിയല്ലേ, മണ്ണിലും ഒക്കെ അത് ചെയ്ത് പിന്നെ കാറ്റ് കൊണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കളിയല്ലേ. അങ്ങനെ ക്ഷീണം ഉണ്ടെന്ന് വെച്ചു. തിരിച്ചു വരുന്ന സമയത്തായി കഴിഞ്ഞു കഴിഞ്ഞാലും എങ്ങനെയാ, വീണും ഗുണന്ത മരവിന്ദതളായതാശം ബർഹാവതം സമസ്ഥിതാംബുധ സുന്ദരാംഗം കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാതി പുരുഷം തമഹം ഭജാമി. അങ്ങനെയുള്ള ആ ഭഗവാന് വേണു ഒരു ത്രിഭംഗിയ, ഒരിക്കലും നേരെ നിൽക്കുന്ന പരിപാടിയേ ഇല്ല. ഒരു 3 വളവാ ഭഗവാൻ എന്നുള്ളത്. അങ്ങനെ ആ ഭഗവാൻ വേണു ഊതിക്കൊണ്ടാ വരുന്ന ആ ഒരു രംഗം മട്ടുപ്പാവിൽ നിന്നിട്ടായി കഴിഞ്ഞാലും അവനവന്റെ വീട്ടിൽ നിന്നായി കഴിഞ്ഞു കഴിഞ്ഞാലും ഗോപികമാര് അവര് വരുന്ന ആ ഒരു സന്ധ്യസമയം ആവുമ്പോഴത്തേക്ക് അവര് വരും. ആ സമയത്തിന് വേണ്ടിയിട്ട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഗോപികമാര്. ഗോകുലം മൊത്തം, വൃന്ദാവനം മൊത്തം ഭഗവാന്റെ ആ വരവിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. നമ്മളിൽ നിന്ന് ഭഗവാൻ ദൂരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലോ നമ്മ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അഹങ്കാരം വരും. ഭഗവാൻ നമ്മളിലായി കഴിഞ്ഞു കഴിഞ്ഞാലോ നമ്മുടെ മതമെല്ലാം നശിച്ചിടും. എന്നിട്ട് ഭഗവത് പ്രാപ്തി നമുക്ക് പ്രാപിക്കാൻ പറ്റും. അതാണ് നമുക്ക് ഈ വേണുഗാനത്തിൽ നിന്നിട്ട് പഠിക്കാൻ പറ്റുന്നത്. നമുക്ക് ഇന്ന് ഇത് മൊത്തം കുറച്ച് ചെറിയ ചെറിയ ശ്ലോകങ്ങളായി നമുക്ക് ഇത് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കാം. നവകളായ കോമിളം പ്രേമദോഹനമശേഷമോഹനാം ബ്രഹ്മദത്യ പരിചിന്മുദാത്മകം വീശസമ്മുഖരന്യകം സ്ത്രീയാ ത്വദ്ബഭൂർനവകളായ കോമിളം പ്രേമദോഹനമശേഷമോഹന ബ്രഹ്മദത്യ പരിചിന്മുദാത്മകം വീശസമ്മുഖരന്യകം സ്ത്രീയാ ത്വദ്ബഭൂർ നവകളായ കോമിളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മദത്യ പരചിന്മുദാത്മകം വീശസമ്മുഖരന്യകം സ്ത്രീയ വീശസമ്മുഖര അന്യകം സ്ത്രീയ
വീശസമ്മുഖരന്യകം ശ്രിയ ത്വദ്ബഭൂർ നവകളായ കോമളം പ്രേമദോഹന അശേഷ മോഹനം ബ്രഹ്മദത്ത പരചിന്മുദാത്മകം വീശസമ്മുഖരന്യകം ശ്രിയ. വായിക്കാൻ പറ്റുമോ? വായിക്കൂ. വക്കളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം വീക്ഷ്യ സമ്മോഹര നഹം സ്ത്രീയ. സമ്മുഖരന്യകം ശ്രിയ സമ്മുഖരന്യകം ശ്രിയ സമ്മുഖരന്യകം ഒരുമിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ആദ്യത്തെ പ്രഭു എനിക്ക് ഈ വായിക്കുന്നവരെ ഒന്ന് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിലേ കാണാൻ അറ്റ്ലീസ്റ്റ് അവരുടെ പേരൊന്നും അറിയാന്നുണ്ടെങ്കിൽ ആരൊക്കെ വായിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഇന്നലെ അത് അങ്ങനെ വന്നായിരുന്നു എന്നുള്ളതാണ്. അത് ഒരു മൈക്ക് അങ്ങനെ ചെയ്യാം മാതാജി. അവര് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാല് എല്ലാരും ക്യാമറ ഓൺ ചെയ്യണ്ട, വായിക്കുന്നവരുടെ പേര് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. പേര് മാതാജിക്ക് കിട്ടും. മാതാജിക്ക് അതിലൊന്ന് താഴെ ഒന്ന് തൊട്ടാ മതി. അതിലെ പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം. പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം വീക്ഷ്യ സമ്മുഖരന്യകം ശ്രിയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ത്വദ്ബഭൂർനവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം വീക്ഷ്യ സമ്മുഖരന്യകം ശ്രിയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ത്വദ്ബഭൂർനവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം വീക്ഷ്യ സമ്മുഖരന്യകം സ്ത്രീയ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രഭുജി വായിച്ചോളൂ. ഒരു പ്രഭുജി വായിച്ചോളൂ. പ്രഭുജിമാരില്ല ഇന്നേ? ഓം നമോ ഭഗവതേ വാസുദേവായ. തത്വപൂർണവകലായ കോമളം പ്രേമദോഹനമശേഷമോ തത്വപരചിന്മുദാത്മകം വീക്ഷ്യ സമ്മുഖര അന്വഹ സ്ത്രീയഃ. കൃഷ്ണ. തത് ബഭൂർ നവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മദത്ത പരചിന്മുദാത്മക വീശസമ്മുഖരന്യകം സ്ത്രീയ. തവപൂർ നവകളായ കോമളം, അങ്ങയുടെ ആ നവകളായ കോമളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായാമ്പ് പോലെ മൃദുലമായിട്ടുള്ള ആ കോമള ദേഹം കണ്ടിട്ട് പ്രേമദോഹനമശേഷമോഹനം. ഭവാനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ മോഹം തോന്നാത്തത് അല്ലേ? അവിടെയുള്ള എല്ലാ സ്ത്രീകളായാലും എല്ലാവർക്കും ഭഗവാനെ കണ്ടിട്ട് മോഹം തോന്നുക എന്നുള്ളതാ. ബ്രഹ്മതത്വ പരചിന്മുദാത്മകം, സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ എന്നും കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? വീശസമ്മുഖരന്യകം സ്ത്രീയ. അവിടുത്തെ എല്ലാ സ്ത്രീകൾക്കും ഭഗവാനോട് മോഹം ഉണ്ടാവാൻ തുടങ്ങി എന്നുള്ളതാണ്. എല്ലാവർക്കും ഭഗവാനെ ഇപ്പൊ നമ്മൾ ഒരു ഫോട്ടോ കണ്ടാലും ഭഗവാനോട് എന്തോ നമുക്ക് സ്നേഹമാ തോന്നില്ലേ എന്ന് പറയുന്നത് പോലെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഭഗവാന്റെ ഓരോ വളർച്ചയിലും അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നത്. അന്നേരം ആ സ്ത്രീകൾക്ക് അവിടുത്തുള്ള എല്ലാവർക്കും ആണെന്നുണ്ടെങ്കിൽ ഭഗവാനോട് മോഹം ഉണ്ടാവാൻ തുടങ്ങി. അന്നേരം ഈ ഭഗവാന് രാവിലെ ഞാൻ പറഞ്ഞു, രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരമേ വരത്തുള്ളൂ. ആ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നിടം വരെ പോലും അവർക്ക് സഹിക്കുന്നില്ല എന്നുള്ളതാ. അത്ര സമയം പോലും ഭഗവാനെ കാണാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. നോക്കൂ, സച്ചിദാനന്ദ സ്വരൂപനല്ലേ? സച്ചിദാനന്ദ രൂപായ വിശ്വൽപത്യാദി ഹേതവേ താപത്രയ വിനാശ ശ്രീകൃഷ്ണായ നമഃ. സച്ചിദാനന്ദ സ്വരൂപനാണ്. ആ താപത്തിന്റെ ത്രയത്തെ നശിപ്പിക്കുന്നവനാണ്. അങ്ങനെയുള്ള ആ സ്വരൂപനെ രാവിലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വരുന്ന അത്രയും സമയം പോലും അവർക്ക് കാണാതിരിക്കാൻ ഗോപികമാർക്ക് അത് അവിടുത്തെ എല്ലാ വൃന്ദാവനത്തിലെ ഓരോരോ പൂക്കൊടിക്ക് പോലും പറ്റാതെ വന്നു. മന്മദോന്മിതമാനസാക്രമാത് ത്വദ്വിലോക നരദാ തദ തദാ ത്വദ്വിലോക നരദാ തദ തദാ.
അവിടെ എഴുതിക്കോണം, ഒരു പെൻസിൽ കൈ വെച്ച് വെക്കണം, അല്ലെങ്കിൽ ഒരു പേന കയ്യിൽ വെച്ചിട്ട് തത് വിലോക ഞാനൊരു സാധനം കൊടുത്തിട്ടുണ്ടല്ലോ, അത് വി ആയിട്ട് എഴുതിക്കോളൂ. തത് വിലോക നരദാ തദ ഗോപിക തവന സേകിരേ ഹരേ കാനനോ മന്മദോന്മിത മാനസാക്രമാത് ത്വദ്വിലോക നരദാ തദ ഗോപിക തവന സേകിരേ ഹരേ കാനനോപഗതിമഭ്യഹർമുഖേ മന്മദോന്മദിത മാനസക്രമാത് ത്വദ്വിലോക നരദ തദ അവിടെ സ പറയണ്ട, സ്തതസ്തത പറയണ്ട, തദ ഗോപിക തവന സേകിരേ ഹരേ കാനനോപഗതിമഭ്യഹർമുഖേ മന്മദോന്മിത മാനസാക്രമാത് ത്വദ്വിലോക നരദാ തദ ഗിരേ ഹരേ കാനനോപഗതിമഭ്യഹർമുഖേ. ഹരേ കൃഷ്ണ. ഉം. മന്മദോന്മദിത മാനസക്രമാത് ത്വദ്ലോക നരദാ തദ ഗോപികാസ്തവന സേഹിരേ ഹരേ കാനനോപഗതിമഭ്യഹർമുഖേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മന്മദോ മദിത മാനസാക്രമാ തദ്വിലോക നരദാസ്തദസ്തദാ ഗോപികാസ്തവന സേഹിരേ ഹരേ കാനനോപഗതി അഭ്യഹർമുഖേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ മന്മഥോ മദിത മനസാക്രമാ വിലോക നരതാസ്തദാ ഗോപികാസ്തവന സേഹിരേ ഹരേ കാനനോപഗതി അഭ്യഹർമുഖേ. ഹരേ കൃഷ്ണ മാതാജി. നമോ ഭഗവതേ വാസുദേവായ മന്മദോ തമ മാനസ ക്രമ തത്വിലോക നരദാസ്തദ ഗോപികാസ്തവന സേഹിരേ ഹരേ കാനനോപഗതി ഈ ട്യൂണ് തന്നെ വെച്ചിട്ട് വായിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതങ്ങ് ശീലമായി പോകും. ട്യൂൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതലേ അങ്ങനെ അങ്ങ് ശീലമായിക്കോളും. നമ്മൾ പറയത്തില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയത്തില്ലേ, എന്ന് പറയുന്നതാണ്. ആദ്യമേ നമ്മൾ ആ ശീലത്തിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, പിന്നെ നമുക്കത് അങ്ങോട്ട് വരില്ല. അതുകൊണ്ട് ആ ട്യൂണിൽ തന്നെ വായിച്ചു പോക്കോളൂ. ഹരേ കൃഷ്ണ. മന്മദോന്മദിത മാനസാക്രമാത്വദ്വിലോക നരകാസ്തദാസ്തദാ ഗോപികാസ്തവന സേഹിരേ ഹരേ കാനനോപഗതിമഭ്യഹർമുഖേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പരം മന്മദോന്മതി പ്രഭുജി ഉണ്ട്, പ്രഭുജിമാരെല്ലാം ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ മന്മദോന്മദിത മാനസാക്രമാ ത്വദിലോക നരദാസ്തദസ്തദാ ഗോപികാസ്തവന സേഹിരേ ഹരേ കാനനോപഗതിമഭ്യഹർമുഖേ. ഹരേ കൃഷ്ണ. അത് ആ ട്യൂണ് തന്നെ വായിച്ചോളൂ. ട്യൂണി വായിക്കണ്ടേ? മന്മദോന്മദിത മാനസാക്രമാത് ത്വദ്വിലോക നരദാ തദ ഗോപിക തവന സേഹിരേ ഹരേ കാനനോപഗതിമഭ്യഹർമുഖേ. അങ്ങനെ ഭഗവാൻ എന്താ ഹേ കരേ, ഹരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ദുഃഖം ഹരിക്കുന്നവനെ. എന്നിട്ട് മന്മദോന്മിത മാനസ, ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണികളുടെ മനസ്സിനെ ഇത്രയും വശീകരിക്കുന്ന ഭഗവാനുണ്ടല്ലോ. പിന്നെ എന്താ തദ്വിലോക നരദ തദ, ഭഗവാനാണെന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെയും മനസ്സിനെ വശീകരിച്ചിരിക്കുക. മാക്കൻ ചോറാണ്, നവനീത ചോറാണ്, അതുപോലെ ഹൃദയ ചോറുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം, എല്ലാവരുടെയും ഹൃദയം അവരുടെ കയ്യിലേ ഇല്ല. ഇപ്പൊ നമുക്ക് തന്നെ ആയിക്കഴിഞ്ഞാൽ ഒരു കൃഷ്ണഭക്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം പോലും നമ്മുടെ കയ്യിലില്ല. പിന്നെയാണോ അന്നത്തെ സമയം ഭഗവാനെ കണ്ടുകൊണ്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ കാര്യം പിന്നെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല.
അതുകൊണ്ട് എന്താ, ഒരു നിമിഷം പോലും ആ ഗോപികയൊക്കെ ആ അകർമുഖേത്തവ കാനനോ വഗതിയും ആ കാനനത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭഗവാനെ കാണാതിരിക്കാനേ പറ്റുന്നില്ല എന്നുള്ളതാ. അവര് വൈകുന്നേരം വരെ ഇങ്ങനെ എപ്പം വരും, ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടല്ലോ, നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഇപ്പം വേണ്ട, ഒരു 2 വയസ്സുള്ള ഒരു കൊച്ചാണെന്നുണ്ടെങ്കിൽ നടന്ന് അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് എവിടെ പോകുന്നു, എങ്ങനെ ചെയ്യുന്നു, ഏത് ചെയ്യുന്നു, ആപത്തിൽ പോകുന്നുണ്ടോ? അരെ ഈ ഗോപികമാരുടെ മനസ്സിലും അങ്ങനെ തന്നെയാ. കുഞ്ഞു കണ്ണനെ പിന്നെ കാനനത്തിൽ പോവുക, കണ്ണന് എന്തെങ്കിലും പറ്റിയോ, കണ്ണന് മുള്ളു കാലത്തടച്ചോ, ആഹാരം കഴിച്ചു. കാലി യശോദാമ്മ മാത്രമല്ല ചിന്തിക്കുന്നത്, ആ എല്ലാ ഗോപികമാരും അത് തന്നെ, ഭഗവാന്റെ ആ ഒരു കാര്യം മാത്രമേ ചിന്ത അവർക്ക് ഓടുന്നു എന്നുള്ളതാണ്. നിർഗതേ ഭവതി ദത്തദൃഷ്ടയാ ത്വദ്ഗതേന മനസാ മൃഗേശന വേണുനാദമുപകന്യദൂരതാ ത്വദ്വിലാസ കഥയാഭിരേമിരേ. നിർഗതേ ഭവതി ദത്തദൃഷ്ടയാ ത്വദ്ഗതേന മനസാ മൃഗേശന വേണുനാദമുപകന്യദൂരതാ ഭവതി ദത്തദൃഷ്ടയാ ത്വദ്ഗതേന മനസാ മൃഗേശന വേണുനാദമുപകന്യദൂരതാ ത്വദ്വിലാസ കഥയാഭിരേമിരേ. ത്വദ്വിലാസ കഥയാഭിരേമിരേ. വേണുനാദമുപകന്യദൂരതാ ത്വദ്ഗതേന മനസാ മൃഗേശന നിർഗതേ ഭവതി ദത്തദൃഷ്ടയാ ത്വദ്ഗതേന മനസാ മൃഗേശന വേണുനാദമുപകന്യദൂരതാ ത്വദ്വിലാസ കഥയാഭിരേമിരേ. വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. നിർഗതേ ഭവതി ദത്തദൃഷ്ടയാ ത്വദ്ഗതേന മനസാ മൃഗേക്ഷണ വേണുനാദമുപകർണ്യ ദൂരതാ ത്വദ്വിലാസ കഥയാഭിരേമിരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നിർഗതേ ഭവതി ദത്തദൃഷ്ടയാ ത്വദ്ഗതേന മനസാ മൃഗേക്ഷണ വേണുനാദമുപകർണ്യദൂരത തദ്വിലാസ കഥയാഭിരേമിരേ. ഹരേ കൃഷ്ണ മാതാജി. തദ്വിലാസ കഥയാഭിരേമിരേ. നിർഗതേ ഭവതി ദത്തദൃഷ്ടയാ ത്വദ്ഗതേന മനസാ മൃഗേഷണ വേണുനാദ ഉപകർണ്യ ദൂരതാ ത്വദ്വിലാസ കഥയാഭിരേമിരേ. ഹരേ കൃഷ്ണ. അതിന് ഒരു പ്രൗഢിയുടെ വായിച്ചോളൂ, ഒരു പ്രൗഢി വായിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. നിർഗതേ ഭവതി ദത്തദൃഷ്ടയാ സ്വദ്ഗതേന മനസാ സ്ത്വദ്ഗതേയ മനസാ മൃഗേശന വേണുനാദമുപകർണ്യ ദൂരതാ സ്വദ്വിലാസ കഥയാഭിരേമിരേ. അങ്ങയുടെ സ്ത്വദ്വിലാസ കഥയാഭിരേമിരേ. കഥയാഭിരേമിരേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഓരോരോ ഇങ്ങനെ കളികള് എല്ലാം എന്തെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അവര് പറഞ്ഞ് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നു. നിർഗതേ ഭവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അങ്ങോട്ട് കാനനത്തിൽ പോകുന്ന സമയത്ത് കണ്ണെടുക്കാതെ അവര് ഭഗവാനെ തന്നെ നോക്കിയിരിക്കും. എന്നിട്ടോ തിരിച്ചു വരുന്ന സമയത്ത് വേണുനാഥം ഉപകരണി ദൂരത്തു നിന്ന് തന്നെ വേണുഗാനം കേൾക്കുന്ന സമയത്ത് അവരെന്താ ത്വദ്വിലാസ കഥയാഭിരേമിരേ, അങ്ങയുടെ വിലാസങ്ങളുള്ള അങ്ങനെ ആടിയിട്ടുള്ള ആ ലീലകളെ പറ്റി അവരിങ്ങനെ പറഞ്ഞ് ഗോപികമാരും എല്ലാവരോടെ പറഞ്ഞ് ഇങ്ങനെ ആനന്ദിക്കും. ഇതിനൊരു എക്സാമ്പിൾ എങ്ങനെയാണോ, ഇപ്പൊ നമ്മൾ ഇസ്കോൺ ഡിവോട്ടിയുടെ കൂടെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ എന്താ പറയുന്നത്, ഭഗവാന്റെ കഥകൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ എന്നുള്ളതാണ്. വേറെ അങ്ങനെ വേറൊരു ചിന്തയോ വേറൊരു കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാ. എല്ലാം പിന്നെ വൃന്ദാവനത്തിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, വൃന്ദാവനത്തിൽ ഭഗവാനുണ്ട്, അങ്ങനെ ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ബംഗൈ വികാരി അങ്ങനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ബർസാനയിൽ അങ്ങനെയാണ്. എല്ലാം ഭഗവാന്റെ കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ എന്നുള്ളതാണ്. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഡിവോട്ടികളുടെ കൂടെ സംഘം കൂടി അതിനല്ലേ പറയുന്നത് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുന്നത്. ആ അസോസിയേഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വേറെ ഒരു നമുക്ക് ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചിന്തയില്ല, പറച്ചിലും ഇല്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ഭഗവാന് വേണ്ടിയിട്ട് ഇന്ന പ്രസാദം വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഭഗവാനെ ഇന്ന് ഞങ്ങൾ ഇന്ന ഡ്രസ്സ് അടിപ്പിച്ചത് അങ്ങനെ പൂവ് ഇന്നതാണ് വെച്ചത്, മീൻസ് അങ്ങനെയുള്ള വർത്തമാനം മാത്രമേ ഉള്ളൂ എന്നുള്ളതാ. ഇതേപോലെ തന്നെയാ ഈ ഗോപികമാരും അത് തന്നെയാ ചെയ്യുന്നത്. ഭഗവാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഓരോരോ ലീലകള്, ദാമോദര ലീല,
അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാംകരന്റെ അത് പിന്നെ അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം മൊത്തം ഭഗവാൻ കാണിച്ചു കൊടുത്തു യശോദമ്മയ്ക്ക് ആ ലീലകളെ രമന്റെ ലീലകളെ അങ്ങനെ ഓരോരോ ലീലകൾ പറഞ്ഞ് അവരിങ്ങനെ രസിക്കും, സ്വന്തമായിട്ട് അവർ രസിക്കും. കാനനാന്തമിതവാൻ ഭവാനവീ സ്നിഗ്ധപാദപദലേ മനോരമേ വ്യത്യയാ കലിത പാദമാസ്ഥിത പ്രത്യപൂരയിതാ വേണുനാളികാം. കാനനാന്തമിതവാൻ ഭവാനവീ സ്നിഗ്ധപാദപദലേ മനോരമേ വ്യത്യയാ കലിത പാദമാസ്ഥിത പ്രത്യപൂരയത വേണുനാളികാം. കാനനാന്തമിതവാൻ ഭവാനവീ സ്നിഗ്ധപാദപദലേ മനോരമേ വ്യത്യയാ കലിതമാ പാദമാസ്ഥിത പ്രത്യപൂരയത വേണുനാളികാം. കാനനാന്തമിതവാൻ ഭവാനവി സ്നിഗ്ധപാദപദലേ മനോരമേ വ്യത്യയാ കലിത പാദമാസ്ഥിത പ്രത്യപൂരയത വേണുനാളികാം. വേണുനാളിക പ്രത്യപൂരയത വേണുനാളികാം വ്യത്യയാ കലിത പാദമാസ്ഥിത സ്നിഗ്ധപാദപദലേ മനോരമേ കാനനാന്തമിതവാൻ ഭവാനവി. ഇതിനകത്ത് സ്പ്ലിറ്റിംഗ് ഒന്നുമില്ല, അയച്ചോളൂ. ഹരേ കൃഷ്ണ. ഓ ഭഗവതേ വാസുദേവേ. കാനനാന്തമിതവാൻ ഭവാനവി സ്നിഗ്ധപാദപദലേ മനോരമേ വ്യത്യയാ കലിതപാദമസ്ഥിതാഃ പ്രത്യപൂരയത വേണുനാളികാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. കാനനാന്തമിതവാൻ ഭവാനവി സിക്തപാദപദലേ മനോരമേ വ്യാധൃതായ കലിത പാദമാസ്ഥിത പ്രത്യുപുരയതാ വേണുനാളികാം. ഹരേ കൃഷ്ണ കണ്ട മാതാജി. അവിടെ ഒരു വാക്ക് പോയപ്പോ ആ ട്യൂണ് പോയത് കണ്ടോ? വ്യത്യയാ കലിത പാദമാസ്ഥിത. വ്യത്യയാ കലിത പാദമാസ്ഥിത. ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ട്യൂൺ ഉടനെ അവിടെ മാറിപ്പോകും. കാനനാന്തമിതവാൻ ഭവാനപി സ്നിഗ്ധപാദപദലേ മനോരമേ വ്യത്യയാ കളിത പാദമാസ്ഥിത പ്രത്യപൂരയത വേണുനാളികാം. ഹരേ കൃഷ്ണ. വായിക്കട്ടെ, ആൾക്കാരോട് വായിച്ചോളൂ കേട്ടോ. വായിക്കട്ടെ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോ. ഹരേ കൃഷ്ണ. കാനനാന്തമിതവാൻ ഭവാനപി സ്നിഗ്ധപാദപദലേ മനോരമേ വ്യത്യയാ കലിത പാദമാസ്ഥിത പ്രത്യപൂരയത വേണുനാളികാം. ഹരേ കൃഷ്ണ. ഒരു പ്രവചിയുടെ വായിച്ചോളൂ ഇനി. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. കാനനാന്തമിതവാൻ ഭവാനപി സ്നിഗ്ധപാദപദലേ മനോരമേ വ്യത്യയാ കലിത പാദമാസ്ഥിത പ്രത്യപുരയത വേണുനാളികാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുനിലില്ലേ ഇന്ന്? സുനിലില്ലയോ? സുനിൽ ഇല്ല, വന്നിട്ടില്ല. ഓക്കെ. അതിന് കാനനാന്തമിതമ ഭവാനമേ. കാനനത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭവൻ എന്താ ചെയ്യുന്നത്? സ്നിഗ്ധപാദപദലേ മനോരമേ. എന്നിട്ട് തിരുവങ്കയിൽ ഇങ്ങനെ കാണി പടച്ചു വെച്ചിട്ടുള്ള ഒരു ആ നിപ്പുണ്ടല്ലോ ഭഗവാൻ അവിടെ. വ്യത്യയാ കലിത പാദമാസ്ഥിത പ്രത്യപൂരയത വേണുനാളിക. അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ വേണു ഊതിയിട്ട് എല്ലാവരെയും ആനന്ദിപ്പിക്കും എന്നുള്ളതാ. ഗോപന്മാരൊക്കെ മതി മറന്ന് നിന്ന് പോകും. അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പശുക്കള് ഭഗവാന്റെ ഓരോ രാഗം ഉണ്ടല്ലോ, അതിലാണെന്നുണ്ടെങ്കിൽ ആ പശുക്കളുടെ ഓരോ പശുക്കൾക്ക് വേണ്ടിയിട്ട് ഓരോരോ രാഗത്തിലാ ഭഗവാന് വേണു വായിക്കുന്നതിനുള്ളതാ. അങ്ങനെ ആ മറന്ന് എല്ലാവരും തന്നെ മറന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ വേണുനാളത്തിന് ഇങ്ങനെ മുഴുകി അങ്ങ് ഇരിക്കും എന്നുള്ളതാ. വംശീവട് എന്ന് പറയുന്ന ഒരു പാണ്ഡ്യപുരത്തി ഒരു സ്ഥലം തന്നെ ഉണ്ടെന്നുള്ളതാ. ഇപ്പോഴും അവിടെ നല്ല മനമാണ് കേട്ടോ. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു വടവൃക്ഷമുണ്ട്. ആ വടവൃക്ഷത്തിന്റെ ചൂട്ടിൽ നിന്നിട്ടാണ് ഭഗവാൻ ഇങ്ങനെ വേണു വേണു വായിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പശുക്കൾ എവിടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഓടി ഭഗവാന്റെ അടുത്ത് വന്നിട്ട് അവരും ഇങ്ങനെ സത്യോടുകൂടി കേൾക്കും എന്നുള്ളതാണ്. മാരപാണദുദഹേജരീകുലം നിർവികാര പശുപക്ഷി മണ്ഡല ദ്രാവണം ദൃശ്യതാമവി പ്രഭോ താപകം വ്യജനി വേണുകൂചിത. മാരപാണദുദഹേജരീകുലം നിർവികാര പശുപക്ഷി മണ്ഡല ദ്രാവണം ദൃശ്യതാമവി പ്രഭോ താവകം വ്യജനി വേണുകൂചിത.
മാരബാണദുരഖേചരീ കുലം നിർവികാര പശുപക്ഷി മണ്ഡലം രാവണം ച ദൃശ്യതാമഭി പ്രഭു താവകം വ്യജനി വേണുകൂചിതം. താവകം വ്യജനി വേണുകൂചിതം രാവണം ച ദൃശ്യത അഭിപ്രഭു. അഭിപ്രഭു നിർവികാര പശു പക്ഷി മണ്ഡലം മാരബാണദുത ഹേജരി കുലം. മാരബാണദുത ഹേജരി കുലം നിർവികാര പശു പക്ഷി മണ്ഡല രാവണം ച ദൃശ്യതാമഭിപ്രഭു താവകം വ്യജനി വേണുകൂചിതം. അയച്ചാട്ടെ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നാരബാണമസുകേതരീകുലം നിർവികാര പശുപക്ഷി മണ്ഡലം ദ്രാവണം ചതുഷ്ടതാമപി പ്രഭോ താവകം വ്രജനി വേണുകൂജിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ആരബാണദഖേചരീകുലം നിർവികാര പശുപക്ഷി മണ്ഡലം രാവണം ദൃക്ഷതാ അഭി പ്രഭോ താവകം രജനി വേണുകൂജിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കുലം നിർവികാര പശുപക്ഷി മണ്ഡലം ദ്രാവണം ചദൃശതാമഭി പ്രഭോ താവകം വ്യജനി വേണുകൂചിതം. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. കേചരീകുലം നിർവികാര പശുപക്ഷി മണ്ഡലം ദ്രാവണം ദൃശതാമഭി പ്രഭോ താവകം വ്രജനി വേണുകൂജിതം. ഹരേ കൃഷ്ണ. ഒരു പ്രവചി വായിച്ചോളൂ. ഒരു പ്രവചി വായിക്കേ. ഹരേ കൃഷ്ണ. മാരബാണദുദഖേചരീകുലം നിർവികാര പശുപക്ഷി മണ്ഡലം രാവണം ച ദൃശ്യതാമപി പ്രഭോ താവകം യജനി വേണുകൂചിതം. വേണുകൂചിതം. ആരാന്താ? മാരബാണദുത ഖേജരീകുലം നിർവികാര പശുപക്ഷി മണ്ഡലം. ഞാൻ പറഞ്ഞില്ലേ, ഭഗവാന്റെ ആ വേണുത്തിലാണെന്നുണ്ടെങ്കിൽ പശുപക്ഷി മണ്ഡലം. പശുക്കളായി കഴിഞ്ഞാലും പക്ഷികളായി കഴിഞ്ഞാലും എല്ലാ മൃഗങ്ങളും അതിനകത്ത് ഇങ്ങനെ സ്തംഭിച്ച്, എല്ലാവരും അത് കേട്ട് അവിടെ സ്തംഭിച്ച് അതിൽ തന്നെ മുഴുകിയിരിക്കും എന്നുള്ള. ദ്രാവണം ച ദിശിതാമഭിപ്രഭു താവകം വ്യജനി വേണുകൂചിതം. അങ്ങയുടെ വേണു കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറക്കല്ല് പോലും അലിഞ്ഞു പോകും എന്നുള്ളതാണ്. അത് ഞാനെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ആണെന്നുണ്ടെങ്കിൽ ചരൺ പഹാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ ചരൺ പഹാടിയിൽ ഇതേപോലെ എന്താ ഭഗവാനും കൂട്ടരോട് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഗോവർദ്ധനത്തില് ഇന്ദ്രദ്യുമ്ന പർവ്വതത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവരെല്ലാവരും കൂടെ കളിക്കുന്ന സമയത്ത് ഒളിച്ചു കളിച്ചിട്ട് ആണെന്നുണ്ടെങ്കിൽ ഭഗവാനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ഭഗവാനാണ് ഡ്യൂട്ടി കൊടുത്തത്. പിള്ളേരെല്ലാം ഒളിച്ചു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കോ അങ്ങ് ഒളിച്ചു. ഭഗവാൻ കുറേ നേരം അതെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടും ഈ കൊച്ചുങ്ങളെ കാണുന്നില്ല. കൊച്ചുങ്ങളെ കാണാഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഭഗവാൻ കുറേ സമയം നോക്കിണെങ്കിൽ കാണാഞ്ഞിട്ട് ഭഗവാൻ അവിടെ നിന്നിട്ട് അന്തർദാനം ചെയ്തു. പിള്ളേർ കുറെ സമയം ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഭഗവാനെ കണ്ണനെ കാണാത്തത് കൊണ്ട് കണ്ണൻ എന്ത് പിള്ളേരെല്ലാം വെളി വന്നു നോക്കുമ്പോ അവിടെ എങ്ങും കണ്ണനില്ല. അത് 4-5 വയസ്സുള്ള കൊച്ചാ. അത് നന്ദബാബയ്ക്കും പിന്നെ യശോദാമ്മയ്ക്കും പ്രായം ചെന്നിട്ടുണ്ടായ കൊച്ചാ. അവരുടെ എല്ലാം പ്രാണനാണിത്. അതായത് ഈ കുട്ടിയില്ലാതെ ഞങ്ങൾ എങ്ങനെ പോകും? കുറേ സമയം അവിടെ ഇവിടെ എല്ലാം നോക്കി എങ്ങും കിട്ടാതെ അവർക്ക് ഭയങ്കര സങ്കടമായി എല്ലാവരോടും പൊട്ടിക്കരയുന്ന സമയത്ത് ഭഗവാൻ അവിടെ പ്രത്യക്ഷമായിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാറയുടെ മുകളിൽ നിന്നിട്ട് എന്ത് ചെയ്തു? വേണുഗാനം ആലപിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സ്തബ്ധരായി അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു. എന്നിട്ട് ഒരു പാറയുടെ മുകളിൽ നിന്നിട്ടല്ലേ വേണുഗാനം ആലപിക്കുന്ന. ആ പാറ പോലും അലിഞ്ഞു പോയിട്ട് ആ ഭഗവാന്റെ കാൽപാദം ആ പാറയിൽ പതിഞ്ഞു. എന്നിട്ട് ആ പാറയുണ്ടല്ലോ ഇപ്പൊ അവിടെ ഒരു ചരൺ പഹാടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അമ്പലത്തില് ഭഗവാന്റെ ആ പാറയിൽ ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ ആ സ്ഥലം അത് പതിഞ്ഞതുകൊണ്ട് വെച്ചിട്ടുണ്ട്. ആ പാറയിലല്ലേ പതിഞ്ഞത്, ആ പാറ അതേപോലെ അവിടെ വെച്ചിട്ടുണ്ട്. ചരൺ പഹാടി എന്ന് അതിന്റെ പേര് തന്നെ എന്നുള്ളത്. എല്ലാവരും പോയിട്ട് ഭഗവാന്റെ ചരണത്തില് കുമ്പിടുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു പാറക്കല്ല് പോലും ഭഗവാന്റെ വേണുവില് അലിഞ്ഞു പോകുമെന്നുള്ളതായി പറയുന്നത്. ബർഹാപീഠം നടപരവോ കർണയോ കർണികാരം വിപ്രദ്ഭാസ കനക കവിശം വൈജന്യീചമാല ചന്ദ്രാം വേണൂരധരസുതയാപുരൻ ഗോപവൃന്ദി വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശീത കീർത്തിയെ
വേണിരേന്ദ്രതരലാങ്കുലീതലം താളസഞ്ചലിത പാദ പല്ലവ തസ്ഥിതം തവ പരോഷ്യമഭ്യഹോ സംവിജന്തി മുഹുർജാംഘന വേണുരേന്ദ്രതരലാങ്കുലീതളം താളസഞ്ചലിത പാദ പല്ലവ തസ്ഥിതം തവ പരോഷ്യമഭ്യഹോ സംവിജന്തി മുഹുർജാംഘന വേണുരേന്ദ്രതരലാങ്കുലീതളം താളസഞ്ചലിത പാദ പല്ലവ തസ്ഥിതം തവ പരോഷമഭ്യഹോ സംവിജന്തി മുമുഹുർവിരാംഗന പ്രജാംഗന സംവിജന്തി മുമുഹുർപ്രജാംഗന തസ്ഥിതം തവ പരോഷമഭ്യഹോ താളസഞ്ചലിത പാദ പല്ലവം വേണുരേന്ദ്രതരലാങ്കുലീതളം തരലാങ്കുലീതളം താളസഞ്ചലിത പാദ പല്ലവ തസ്ഥിതം തവ പരോഷ്യമഭ്യഹോ സംവിജന്തി മുമുഹുർവിജാംഗന. വായിച്ച ഹരേ കൃഷ്ണ. വേണുരന്ധ്രതരലാങ്കുലീതളം താരസഞ്ചലിത പാദപല്ലവം തത്സ്ഥിതം തവ പരോക്ഷമഭ്യഹോ സംവിജിന്യ മുമുഹുർവ്രജാംഗന. ഹരേ കൃഷ്ണ മഹാരാജേ. വായിക്കാത്തിട്ട് വായിച്ചോണേ. വേണുരേന്ദ്രതരളാങ്കുലീതളം താളസഞ്ചലിത പാദപല്ലവം തസ്ഥിതം തവ പരോക്ഷമഭ്യഹോ സംവിചിന്യ മുമുഹുർവ്രജാംഗന. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. തരലാങ്കുലീതളം താളസഞ്ചലിത പാദപല്ലവം തത്സ്ഥിതം തവ പരോക്ഷമഭ്യഹോ സംവിചിന്യ മുമുഹുർവ്രജാംഗനാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ആരെ വായിക്കാൻ തുടങ്ങി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വേണുരന്ധ്രതരളാങ്കുലീതളം താളസഞ്ചിരേത പാദ പല്ലവം ത്വൽസ്ഥിതം തവ പരോക്ഷമഭ്യഹേ സംവിചന്ത്യ മുമുർവ്രജാംഗന. ഹരേ കൃഷ്ണ. അതല്ല, അവിടെ തത്സ്ഥിതം തവ പരോക്ഷം അഭ്യഹോ അഭ്യഹോ സംവിജന്ത്യ മുമുഹുർവ്രജാംഗന. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓടക്കുഴലിന്റെ ഓരോ ഇതുണ്ടല്ലോ, തുളയില്ലേ, അതിലിങ്ങനെ ഭഗവാന് മൃദുവായിട്ട് താളം പിടിച്ച് വേണുരേന്ദ്ര തരലാങ്കുലീതളം ഓടക്കുഴലിന്റെ തുളകളില് ഭഗവാൻ എങ്ങനെയാ മൃദുവായിട്ട് കൈകളൊക്കെ ചലിപ്പിച്ച് താളസഞ്ചലിത പാദ പല്ലവം പാദത്തിൽ ഇങ്ങനെ താളമൊക്കെ പിടിച്ച് അവരെല്ലാവരും കൂടി അങ്ങനെ ആനന്ദിക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? തസ്ഥിതം തവ പരോക്ഷമഭ്യോ. കാണുന്നില്ല ഗോപികമാരിവിടെ, പക്ഷെ അവരതിങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണുരന്ധ്രം ഇപ്പൊ ഭഗവാനെ വേണു വായിക്കുന്നു. ആ നിപ്പും നമുക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ കാണാമല്ലോ അല്ലെ. എന്നിട്ട് ആ നിപ്പും വേണുവിന്റെ ആലപിക്കുന്നതിന്റെ അതും എല്ലാം കൂടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗോപികമാരെല്ലാം എന്താ ചെയ്യുന്നത്? മനസ്സിൽ അവരിങ്ങനെ കണ്ടുകൊണ്ടേ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു ചിന്തയില്ല, ഭഗവാന്റെ കാര്യങ്ങളിൽ മാത്രമുള്ള ചിന്തയിൽ മുഴുകിയായിട്ട് അവരിയ്ക്കുന്നത്. കാരണം നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാലും ആ നിപ്പൊന്ന് മനസ്സിൽ സങ്കല്പിച്ചാൽ പോലും പശുക്കളെല്ലാം മുന്നിൽ നിൽക്കുന്നു. അതേപോലെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോപന്മാര് എല്ലാം മുന്നിൽ നിൽക്കുന്നു. എന്നിട്ട് ഭഗവാൻ അവിടെ ഇങ്ങനെ നിന്നിട്ട് മോഹനനായിട്ടുള്ള ആ ഭഗവാന് തന്റെ അതരത്തിൽ വീണു. എന്നിട്ട് എന്താ എങ്ങനെയാ നിൽക്കുന്നത്? വേണു കുണന്തമരവിന്ദദളായതാശം. എങ്ങനെയാ നിൽക്കുന്നത്? ത്രിഭംഗിയായിട്ടാ നിൽക്കുന്നത്. മൂന്ന് ഇങ്ങനെ തലയൊന്ന് ചരിച്ച് ഒരു സൈഡ് ഇങ്ങനെ നിന്നിട്ട് കാല് പിണച്ചു വെച്ചിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടല്ലോ. ആ വേണു വായിക്കുന്നു. ആ വേണു വായിക്കുന്ന ആ സൗണ്ട് നിങ്ങളെ ഒന്ന് കണ്ണടച്ചൊന്ന് ആ രൂപം ഒന്ന് മനസ്സിൽ കണ്ടേ ആ വേണുഗാനം കേൾക്കാനുള്ള ആ ശ്രമം ഒന്ന് നടത്തിയ പോലെ എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ? ഹരേ കൃഷ്ണ. കൂടുതൽ സമയം നമുക്കില്ലാത്തത് കൊണ്ട് നമുക്ക് അതിൽ നിന്നിട്ട് തിരിച്ചു വരാം. ഭഗവാനേ കൃഷ്ണൻ. ഇവിടെ എങ്ങനെയാ പറയുന്നത്? ഗോപികമാര്
ഭഗവാനെ കാണുന്നില്ല. പക്ഷെ അവര് മനോമുഖരത്തില് ഭഗവാന്റെ ആ രൂപം എപ്പോഴും ഇങ്ങനെ കണ്ണടച്ച ഒരു ധ്യാനത്തില് ഭഗവാനെ കാണുന്നു, ആ രൂപം കാണുന്നു. നിർവിശങ്ക ഭവദംഗദർശിനി കേജരീ ഗഗമൃഗാൻ പശൂനവേ ത്വത്പദ പ്രണയ കാനനം ചദാ ധന്യധന്യമിതി നന്യമാനയൻ. നിർവിശങ്ക ഭവദംഗദർശിനി ഹേജരീ ഗഗമൃഗാൻ പശൂനവേ ത്വത്പദ പ്രണയ കാനനം ചദാ ധന്യധന്യമിതി നന്യമാനയൻ. നിർവിശങ്ക ഭവദംഗദർശിനി ഖേചരീ ഗഹമൃഗാൻ പശൂനവേ ത്വത്പദ പ്രണയ കാനനം ചദാ ധന്യധന്യമിതി നന്യമാനയേ. നിർവിശങ്ക ഭവദംഗദർശിനി ഖേചരീ ഗഹമൃഗാൻ പശൂനവേ ത്വത്പദ പ്രണയ കാനനം ചദാ ധന്യധന്യമിതി നന്യമാനയൻ. നിർവിശങ്ക ഭവദംഗദർശിനി ഖേജരീ ഗഹമൃഗാൻ പശൂനവേ ത്വത്പദ പ്രണയ കാനനം ചദാ ധന്യധന്യമിതി നന്യമാനയൻ. വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. നിർവിശങ്ക ഭവദംഗദർശിനി ഹേചരിഹമൃഗാൻ പശൂനഭി ത്വത്പദ പ്രണയിനി കാനനം ചാത്താ ധന്യധന്യമിതി നന്യമാനയൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഭവദംഗദർശിനി കേജരീ ഗഗമൃഗാൻ പശൂനവേ ത്വത്പദ പ്രണയ കാനനം ചദാ ധന്യധന്യമിതി നന്യമാനയൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ വായിച്ചോണ്ടിട്ടാണ് വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. നിർവിശങ്ക ഭവദംഗദർശിനി ഖേജരീ ഖഗമൃഗാൻ പശൂനവേ ത്വത്പാദ പ്രണയി കാനനം ചദാ ധന്യധന്യമിതി നന്യമാനയൻ. ഹരേ കൃഷ്ണ മാതാജി. അവിടെ ത്വത്പാദമല്ല ത്വത്പദ. ടൂണ് പോവും കേട്ടോ. നമ്മുടെ അതിനകത്തുള്ളത് മാത്രമേ വായിക്കാവൂ. ത്വത്പദ പ്രണയ കാനനം ചദാ ധന്യധന്യമിതി നന്യമാനയൻ. ഹരേ കൃഷ്ണ മാതാജി. വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. നിർവിശങ്ക ഭവദംഗദർശിനി കേചരീ ഗഗമൃഗാൻ പശൂനഭി ത്വത്പദ പ്രണയ കാനനം ചദാ ധന്യധന്യമിതി നന്യമാനയൻ. ഹരേ കൃഷ്ണ. നിർവിശങ്ക ഭവദംഗദർശിനി ഖേജരീ ഗഹമൃഗാൻ പശൂനവേ. ഭഗവാനെ ഞാൻ പറഞ്ഞില്ലേ, ഭഗവാന്റെ ലീലകൾ കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആകാശത്തിലാണെന്നുണ്ടെങ്കിൽ ദേവകൾ എല്ലാവരും നിറയുന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ഭവദംഗദർശിനി അങ്ങയെ ദർശിക്കാൻ വേണ്ടി ഭാഗ്യം ചെയ്ത ആ അപ്സര സ്ത്രീകള്, അതുപോലെ മൃഗങ്ങള്, പശുക്കള്, ത്വത്പദ പ്രണയ കാനനം ചെയ്ത, അതുപോലെ വൃന്ദാവനം, അത് ഭഗവാന്റെ കാൽപ്പടികൾ പതിഞ്ഞതല്ലേ. അങ്ങയുടെ എപ്പോഴും അവർക്ക് ഇങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ടേ ഇരിക്കാൻ പറ്റുന്നു. അവരാരൊക്കെയാണെന്നാണ് ഈ ഗോപശ്രീകൾ പറയുന്നത്. ഒരു പുണ്യം ചെയ്ത ആൾക്കാരാ. നമ്മളിപ്പം പറയത്തില്ലേ, ദൈവമേ ആ ധാവര യുഗത്തിന്റെ അവസാനത്തിനെങ്ങാനും നമുക്കൂടി ഭഗവാന്റെ കൂടെ ജനിക്കാനുള്ള ആ ഒരു ഭാഗ്യം കിട്ടിയായിരുന്നെങ്കിലും നമ്മൾ പറയത്തില്ലേ, ഇപ്പൊ എന്താണെന്നുണ്ടെ ഒരു ഫോട്ടോ കണ്ടിട്ട് പോലും നമ്മൾ ഇത്രയും ഇതാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ കൂടെ ജീവിക്കാനുള്ള ആ ഒരു ഭാഗ്യം കിട്ടിയായിരുന്നെങ്കിൽ നമ്മൾ എത്ര ധന്യരായിരുന്നു എന്ന് പറയുന്നത് ഗോപസ്ത്രീകൾ ഇത് തന്നെ പറയുന്ന. ആകാശമാലികരായിട്ടുള്ള അപ്സര സ്ത്രീകൾ എത്ര ഭാഗ്യവതികളാ, അവർക്ക് എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പശുക്കൾ എത്ര ഭാഗ്യമാരാ, മൃഗങ്ങൾ എത്ര ഭാഗ്യമാരാ, പിന്നെ അതുപോലെ പക്ഷികള്, അതേപോലെ വൃന്ദാവനത്തിന്റെ ഓരോ പുൽക്കൊടികളും ചെടികളും എല്ലാം അവരെല്ലാം എത്രയോ ഭാഗ്യവാരന്മാരാ. ധന്യധന്യമിതി അങ്ങയെ കണ്ടുകൊണ്ടേ ഇരിക്കാൻ എപ്പോഴും അവർക്ക് പറ്റുന്ന അവരെല്ലാം എത്രയോ സുഹൃതികളാണെന്നാണ് ഗോപികമാര് പറയുന്നത്. ആഭിഭേയമതിരാമൃതം കഥാ വേണുഭുക്തരസശേഷമേ ഗതാ ദൂരദോപതകൃതം ദുരാശയേദീയാകുലാമുകുരിമാ സമാമുഖനെ. ആഭിവേയം അധരാമൃതം കഥാ വേണുഭുക്തരസശേഷമേ ഗതാ ദൂരദോപതകൃതം ദുരാശയേദീ ആകുലാമുകുരിമാ സമാമുഖനെ. ആഭിവേയം അധരാമൃതം കഥാ വേണുഭുക്തരസശേഷമേ ഗതാ ദൂരദോപതകൃതം ദുരാശയേദീ ആകുലാമുകുരിമാ സമാമുഖനെ. ആഭിവേയ അധരാമൃതം കഥാ വേണുഭുക്തരസശേഷം ഏകദാ ദൂരദോപതകൃതം ദുരാശയേദീ
ആകുല മുഹരിമ സമാമുഹൻ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ആപിബേയമതരാമൃതം കഥാ വേണുഭുക്തരസശേഷമേ കഥാ ദൂരതോപതകൃതം ദുരാശയേതി ആകുലമുഖിരിമാ സമാമുഹൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ആവിഗേയധരാമൃതം കഥാ വേണുഭുക്തരസുശേഷമേ ഗദാ ദൂരതോപതകൃതം ദുരാശയേതി ആകുലമുഖിരിമാ സമാമുഹൻ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിക്കാത്തവരോട് വായിച്ചോളൂ കേട്ടോ. ഹരേ കൃഷ്ണ മാതാജി. പ്രത്യേകം ച പുനരിത്തമംഗന ചിത്തയോനി ജനിതാതനുഗ്രഹാത്. അതല്ല മാതാജി. എട്ടാമത്തെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ആപിബേയമതരാമൃതം കഥാ വേണുഭുക്തരസശേഷയേ കഥാ ദൂരതോപത കൃത്യം ദുരാശയേത്യ അകുലമുഖരമാം സമാമുഖൻ. ഹരേ കൃഷ്ണ മാതാജി. ആകുല മുഹരിമ സമാമുഹൻ. ഹരേ കൃഷ്ണ. അഭിവേയമധുരാമൃതം ഗദാ വേണുഭക്തരസശേഷമേ ഗദാ ദൂരതോമതകൃതം ദുരാശയേ ആകുലമുഖരിമാ സമാമുഹൻ. ഹരേ കൃഷ്ണ. അതായത് ഈ ഗോപികന്മാരെന്താ പറയുന്നത്, ഈ വേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അതരത്തിൽ എപ്പോഴും ഉണ്ട്. അന്നേരം ആ വേണു എത്ര ഭാഗ്യം ചെയ്തതാ അല്ലെ. ഈ ലോകത്തിലേക്ക് ഏറ്റവും ഭാഗ്യം ചെയ്തത് വേണുവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടക്കുഴല. ആ ഓടക്കുഴല് എപ്പോഴും ഭഗവാന്റെ അതരാമത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ അതരാമൃതം പാനം ചെയ്യാൻ ഞങ്ങൾക്ക് എന്നാണ് ഒരു അവസരം കിട്ടുക ഭഗവാനെ എന്നുള്ള ആ ഒരു ആദിയായി ഇപ്പം ആർക്ക് ഗോപസ്ത്രീയൊക്കെ എന്നുള്ളതാണ്. ആഭിപേയം അതരാമൃതം കഥ. അരം ഈ കോപപ്പെണ്ണുങ്ങളെല്ലാം കൂടെ എന്ത് പറഞ്ഞു, ചിലപ്പോഴൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ രാധാറാണി അങ്ങനെയുള്ള അവരെല്ലാവരും ചിലപ്പോൾ ഭഗവാന്റെ കയ്യിൽ നിന്ന് വേണമൊക്കെ എടുത്ത് മാറ്റിക്കളയും എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയ്ക്ക് അസൂയ വരുന്നു. എന്തുകൊണ്ടാണ് അസൂയ വരുന്നത്? ഈ വേണു എപ്പോഴും ഭഗവാന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അങ്ങ് കാട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭഗവാനെ കാണാനേ പറ്റുന്നില്ല. പക്ഷെ ഈ വേണുവിന് എപ്പോഴും ഭഗവാന്റെ കൂടെ ഇരിക്കാം. അന്നേരം അങ്ങനെ വേണുവിനോട് ഓടക്കുഴിനോട് ഭഗവാൻ ഈ പെണ്ണുങ്ങൾക്കെല്ലാം ഗോപികമാർക്കെല്ലാം അസൂയ തോന്നുന്നു എന്നുള്ളതാ. അത് മാത്രമാണോ, കൂടെ മാത്രമാണോ, എപ്പോഴും ഭഗവാന്റെ അതരാമൃതം പാനം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലെ. അതരത്തിലെ ആ അമൃത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചുണ്ടിൽ വെച്ചിട്ടല്ലേ ഇങ്ങനെ വേണു വിളിക്കുന്നത് തന്നെ, ഓടക്കുഴിൽ വിളിക്കുന്നത്. അതുകൊണ്ടാണ് അതാണ് ഈ പറയുന്നത്. ആ വിവേകം അതരാമൃതം കഥാ വേണുഭുക്ത രസശേഷം. ആ വേണുവിന്റെ എത്ര ഭാഗ്യവാനമാണ് ഈ ഓടക്കുഴൽ എന്ന് പറയുന്നത്. ദൂരത്തോ ബലകൃതം ദുരാശി ആകുലാമുഖരിമ സമാമു. ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഭഗവാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെ കാണണമെങ്കിൽ പിന്നെ വൈകുന്നേരം വരെ കാത്തിരിക്കും. പക്ഷെ ഈ വേണുവിന് അങ്ങനെ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ വേണു എത്രയോ ഭാഗ്യം ചെയ്തതാണ് എന്നാണ് അവര് പറയുന്നത്. പ്രത്യേകം പുനരിത്തമംഗനാ ചിത്തയോനി ജനിതാദനുഗ്രഹാത് ബത്തരാഗ വിവശാതു ഈ പ്രഭോ നിത്യമാപുരിക കൃത്യമൂഢതാ. പ്രത്യേകം ച പുനരിത്ത അങ്കനാ ചിത്തയോനി ജനിതാദനുഗ്രഹാത് ബത്തരാഗ വിവശാതു ഈ പ്രഭോ നിത്യമാപുരിക കൃത്യമൂഢതാ. പ്രത്യേകം ച പുനരിത്ത അങ്കന ചിത്തയോനി ജനിതാദ അനുഗ്രഹാത് ബത്തരാഗ വിവശാത്തൊയി പ്രഭു. ബത്തരാഗ വിവശാത്തൊയി പ്രഭു നിത്യമാപുരിക കൃത്യമൂഢത. പ്രത്യേകം ച പുനരിത്തമംഗനാ ചിത്തയോനി ജനിതാദ അനുഗ്രഹാത് ബത്തരാഗ വിവശാത്തൊയി പ്രഭു നിത്യമാപുരിക കൃത്യമൂഢത. അയച്ചേട്ടൻ. ഹരേ കൃഷ്ണ. പ്രത്യേകം ച പുനരിത്തമാംഗന ചിത്തയോനി ജനിതാദനുഗ്രഹാത് ബദ്ധരാഗവിവശസ്ത്വയി പ്രഭോ നിത്യമാപുരിത കൃത്യമൂഢതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രത്യേകം ച പുനരിതമംഗന ചിത്തയോനി ജനിതാതനുഗ്രഹാത് ബദ്ധരാഗവിവശാത്വയി പ്രഭോ നിത്യമാപൂരിഹ കൃത്യമൂഢതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രത്യേകം പുനരിത്തമംഗന ചിത്തയോനി ജനിതാദനുഗ്രഹാത് ബദ്ധരാഗവിവശാസ്ത്വയി പ്രഭോ നിത്യ ആപുരിഹ കൃത്യമൂഢതാം. ഹരേ കൃഷ്ണ മാതാജി. ഒരാളോട് വായിച്ചോളൂ.
ഹരേ കൃഷ്ണ മാതാജി. പുനരിസ്തമംഗന ചിത്തയോ നിജനിത അനുരഗ്രഹ സ്പന്ദരാഗവിവ ശാസ്ത്രയീ പ്രഭോ നിത്യമാഭുരിക കൃത്യമൂഢതാം. ഹരേ കൃഷ്ണ. പ്രത്യേകം ച പുനരിത്ത അങ്കന. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഭഗവാനെ എന്താ ഈ അങ്കനമാർക്ക് എന്താ ചിത്തയോനി ജനിതാത് അനുഗ്രഹാത്. ഈ അങ്കനമാർക്ക് അങ്ങയോടുള്ള ആ അനുരാഗം ഡെയിലി ഡെയിലി വർദ്ധിച്ചു തന്നെ വരുവാണെന്നുള്ളതാണ്. അവർക്ക് ഒരു നിമിഷം പോലും ഭഗവാനെ പിരിയാൻ പറ്റുന്നില്ല. അതാ തന്നെയാണ് മോക്ഷകാരണവും അവരുടെ എന്നുള്ളതാ. എല്ലാ അപ്സരന്മാർക്കും ഗോപികമാർക്കും മോക്ഷത്തിനുള്ള ഒരു കാരണമായത് എന്താണ്? ഒരു നിമിഷം പോലും ഭഗവാനെ ഓർക്കാതെ അവരിയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ആ ഭഗവാനിലേക്കുള്ള അനുരാഗം ദിവസം ദിവസവും സമയം കഴിയുന്തോറും കൂടി വരുന്നു. വ്യക്തരാഗ വിവശാത്വയി പ്രബോധിതമാപുരിക കൃത്യമൂഢത. ആ ഭഗവാനോടുള്ള ആ അനുരാഗം എന്തായിട്ട് മാറും? മോശപ്രദായകമായിട്ട് മാറും എന്നുള്ളതാണ്. അങ്ങനെ ഈ ഗോപികമാര് ഭഗവാൻ രാവിലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വരുന്നിടം വരെ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങളും ഭഗവാന്റെ ലീലകളും പറഞ്ഞിങ്ങനെ ആസ്വദിക്കും. അതേപോലെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭഗവാൻ ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റുന്നില്ല. അങ്ങനെ ആ ബദ്ധരാഗ വിമുട അവരാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഉള്ള ഒരു മാർഗത്തിലേക്ക് അവർ പോകാനുള്ള ആ ഒരു ഇതായി കഴിഞ്ഞു എന്നുള്ളതായി പറയുന്നത്. രാഗത്താവജ്ജായദേഹി സ്വഭാവാത് മോക്ഷോപായോ യജ്ഞദാസനിവാസാദ് താസാതേകം തത്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം ഭാഗ്യമാരുദേശ. ഇവിടെ ഒരു ട്യൂണ് മാറ്റമുണ്ട്. രാഗത്താവജ്ജായദേഹി സ്വഭാവാത് മോക്ഷോപായോ യജ്ഞദാസനിവാസാദ് താസ്യാതേകം തത്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം ഭാഗ്യമാരുദേശ. രാഗത്താവജ്ജായദേഹി സ്വഭാവാത് മോക്ഷോപായോ യജ്ഞദാസനിവാസാദ് താസാതേകം തത് ത്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം ഭാഗ്യമാരുദേശ. രാഗത്താവജ്ജായദേഹി സ്വഭാവാത് മോക്ഷോപായോ യജ്ഞദാസനിവാസാത് താസാതേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യമാരുദേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വായിച്ചാട്ട്. രാഗത്താവജ്ജായതേ ഹി സ്വഭാവാത് മോക്ഷോപായോ യജ്ഞസാനവാസാത് താസാം തേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുദേശ. സർവത്ര ഗോവിന്ദൻ. ഹരേ കൃഷ്ണ മാതാജി. രാഗസ്തവ ജായതേ ഹി സ്വഭാവ മോക്ഷോപായോ യജ്ഞദാസ്യാനവാസ്യാത് താസാം ത്വേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുദേശ. ഹരേ കൃഷ്ണ മാതാജി. രാഗത്താവജ്ജായതേഹി സ്വഭാവം ഒരുമിച്ചെടുത്തോണേ. അവിടെ ഇത് ചെയ്യണ്ട, സ്പ്ലിറ്റ് ചെയ്യണ്ട. രാഗത്താവജ്ജായതേഹി സ്വഭാവാത്. അടുത്ത ആള് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശോഭായോ യത്ന സ്യാന്യവാസ്യാത് താസാം തേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുദേശ. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ, അടുത്ത ആള് വായിച്ചോളൂ. നമോ ഭഗവതേ വാസുദേവായ. മോക്ഷോപായോ മാരുദേശ. ഹരേ കൃഷ്ണ. ഒരാളോട് വായിച്ചോ. വായിക്കട്ടെ മാതാജി. വായിച്ചോ. രാഗസ്ഥാവജ്ജായതേഹി സ്വഭാവാൻ മോക്ഷോപായോ യജ്ഞദാസ്യാനവാസ്യാൻ താസാം തേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുദേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാഗത്താവജ്ജായതേഹി സ്വഭാവ. രാധ പറയുന്ന ഭഗവാൻ നമ്മളെ ഇപ്പോഴായി കഴിഞ്ഞു കഴിഞ്ഞാലും ചിലര്
യശോദയുടെ ഭാവത്തിലുള്ളവരുണ്ട്, രാധാഭാവത്തിലുള്ളവരുണ്ട്. അങ്ങനെ നമുക്ക് അതാണ് ഈ മോശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാരണം. എന്താ ലഡ്ഡുഗോപാലൻ, നോർത്ത് ഇന്ത്യയിലെല്ലാം ലഡ്ഡുഗോപാലിനെ വെക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതിൽ നമുക്ക് ആ ഒരു പ്രേമം കൂടുതലാവാൻ വേണ്ടിയിട്ട്, ഭഗവാനോടുള്ള ആ ഒരു അനുരാഗം കൂടുതലാവാൻ വേണ്ടിയിട്ടാണ് ഈ ലഡ്ഡുഗോപാൽ എന്ന് പറഞ്ഞാൽ. ലഡ്ഡുഗോപാലൻ നമ്മുടെ കുഞ്ഞുണ്ണിയാ. രാവിലെ കുളിപ്പിച്ചു, പിന്നെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു, പാപ്പം കൊടുത്തു, അങ്ങനെ അതായത് മാല, ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള മാല, പിന്നെ മോതിരം, കൊലുസ്, പിന്നെ കിരീടം എന്ന് പറയണ്ട. അന്നേരം ആ ഒരു രസമുണ്ടല്ലോ, മനസ്സിന്റെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഇതാണെന്നുള്ളത്. ചിലരാണെന്നുണ്ടെങ്കിൽ രാധാകൃഷ്ണന്മാരെ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചകോടിയിലുള്ള ഭക്തർക്കാണ് രാധാകൃഷ്ണന്മാരെ ആ ഒരു ഇത് വരുന്നതെന്നുള്ളത്. ചിലര് അത് രാധാകൃഷ്ണന്മാരെ പൂജിക്കും, ചിലരാണെന്നുണ്ടെങ്കിൽ ഗൗരനിത്തായിയെ പൂജിക്കും. ഗൗരനിത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലികാലത്തിൽ വന്നിരിക്കുന്ന ഒരു ഭഗവാനാണ്. ആ ഭഗവാൻ രാധാഭാവത്തില് എന്താ ഭക്തനായിട്ട് വന്നു. ഭക്തന്മാരനുഭവിക്കുന്ന ആനന്ദം അറിയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ സ്വയം ഭക്തനായിട്ട് അവിടെ വന്നു എന്നുള്ളതാണ്. മനസ്സിലായി പറഞ്ഞത്? അന്നേരം അത് ഗൗരനിത്തായിയെ പൂജിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളിൽ നിന്ന് എന്തെങ്കിലും അപരാധം ഉണ്ടായാൽ പോലും എന്നുണ്ടെങ്കിൽ ക്ഷമിക്കും. എന്താണ്, കലികാലത്തില് ഭഗവാനാണെന്നെങ്കിൽ യാതൊരുവിധ ആയുധങ്ങളും ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ഒരേ ഒരു ആയുധമായി എന്താണ്, നാമം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ ഒരു ആയുധം മാത്രമേ ഉപയോഗിച്ചുള്ളൂ എന്നുള്ള, വേറെ ഒരു ആയുധം ഉപയോഗിച്ചില്ല ഭഗവാൻ എന്നുള്ളതാ. കലികാലത്തിലെ ജനങ്ങളെ ഉദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം പോലും ഉണ്ടായിരുന്നത്. അന്നേരം നമുക്കും ഇവിടെ ഗോപികമാരെങ്ങനെയാണ്, അവർക്ക് അനുരാഗം എപ്പോഴും അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അവരുടെ അനുരാഗം ദിനം ദിനം വർദ്ധിച്ചു വരുന്നു. അത് എവിടേക്കുള്ള മോശോപായോ യഥാ സാനിവാസാദ്, മോശപ്രാപ്തിയിലേക്കുള്ള അവർക്ക് ആ ഒരു മാർഗം തുറന്നു കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ സർവസ്വവും ആരായിരുന്നു? ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും നമുക്കായി കഴിഞ്ഞു കഴിഞ്ഞാലും യശോദാഭാവം വേണമെന്നുണ്ടെങ്കിൽ യശോദാഭാവം, രാധാഭാവം വേണമെന്നുണ്ടെങ്കിൽ രാധാഭാവം, അല്ലെങ്കിൽ ഏത് ഭാവത്തിലാണ് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അതിനനുസരിച്ച് നമുക്ക് നിന്ന് തന്നു എന്നുള്ളതാണ്. നമ്മള് ഒരു കഥയുണ്ട്, ഗുരുവായൂരമ്പലത്തിൽ നടന്നതാന്നാ പറയുന്നത്. എന്താ, ഒരു കേക്കാൻ വയ്യ മാതാജി. മാതാജി കേക്കാൻ വയ്യ. മാതാജി കേക്കാൻ വയ്യ. കേക്കാൻ വയ്യ മാതാജി. രേഷ്ണ റേഞ്ച് പോയെന്ന് തോന്നുന്നു. രേഷ്ണ മാതാജിയുടെ കേക്കാൻ വയ്യ, ഒട്ടും കേട്ടില്ല. കേട്ടില്ല മാതാജി, ഒന്നും കേട്ടില്ല. കേൾക്കുന്നില്ലേ? ഒന്നും കേട്ടില്ല. ഗുരുവായൂരെന്ന് കേട്ടതേ ഉള്ളൂ, ബാക്കി കേട്ടില്ല. ഹരേഷ്ണ. അയ്യോ, എന്ത് പറ്റിയെന്നാ ഈശ്വരൻ. ഇപ്പം കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കണം. ഇപ്പൊ കേൾക്കാം മാതാജി, ഇപ്പൊ കേൾക്കാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്നിട്ട് ഗുരുവായൂർ അമ്പലത്തില് മാസത്തിലാണെങ്കിൽ ഒരു ബ്രാഹ്മണൻ, അന്ന് അദ്ദേഹം ഭയങ്കര ഒരു പണ്ഡിതനായിരുന്നു. പണ്ഡിതനും പിന്നെ അദ്ദേഹത്തിന്റെ കൃത്യനായിട്ടുള്ള ഒരാളും കൂടി എല്ലാ മാസത്തിലും ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോകും. അതായത് ഈ ബ്രാഹ്മണനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭക്തിയും ഭയങ്കര ജ്ഞാനവും ഒക്കെ ഉള്ള ആളല്ലേ, അതിനനുസരിച്ച് തൊഴുന്നതും എല്ലാം അങ്ങനെയുള്ള രീതിയിലൊക്കെയാണെന്ന് വെച്ചു. അതായത് ഇദ്ദേഹം എന്തൊക്കെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭൃത്യനും അതേപോലെ കാണിക്കും. എന്നിട്ട് ഒരു ദിവസത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, ഈ ഭൃത്യനാണെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണനോട് ചോദിച്ചു ഭഗവാന്റെ രൂപം എന്താണെന്ന്. ബ്രാഹ്മണൻ കളിയാക്കി പറഞ്ഞു പോത്തിന്റെ രൂപമാണെന്ന്. മനസ്സിലായി പറഞ്ഞേ? എന്നിട്ട് ഈ ഭൃത്യനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ രൂപത്തിലാണ് ഭഗവാനെ കാണുന്നത്, ഭഗവാനെ ഭജിക്കുന്നതും. പിന്നെ അടുത്ത മാസത്തിൽ അവര് അവിടെ തൊഴാൻ പോകുന്ന സമയത്ത് എന്താ, ശിവേലിക്ക് ഭഗവാന്റെ ശിവേലിക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ ഇതുണ്ടല്ലോ, ബിംബം എടുക്കുന്ന സമയത്തുണ്ടല്ലോ, ആ വാതക്കെ കൂടെ വരുന്നില്ല. എത്രയാണെങ്കിൽ ബിംബം പുറത്തു വരുന്നില്ല, എന്തോ തടയുവാണ്. അങ്ങനെ തടയുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ അവിടെ ഇങ്ങനെ പ്രശ്നമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എന്താ, ഒരു പോത്തിന്റെ രൂപത്തിലാണ് ഭഗവാൻ അവിടെ നിൽക്കുന്നത്. പക്ഷെ ഈ ഭൃത്യന് ആ പോത്തിനെ കാണാൻ പറ്റുന്നുണ്ട്. ഭഗവാന് പോത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്, പക്ഷെ ആ പോത്തായിട്ട് ഭൃത്യന് കാണാൻ പറ്റുന്നുണ്ട്, വേറെ ആർക്കും കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു, വാതിലേക്ക് കൂടി പോകാൻ പറ്റാത്തത് കൊണ്ട് ആ ശിവേലിയുടെ സമയത്ത് ഭഗവാൻ എന്ത് രൂപത്തിലാണ് ആ ഭൃത്യന് കാണിച്ചു കൊടുത്തത്? പോത്തിന്റെ രൂപം. എന്താ,
മറ്റേയാള് കളിയാക്കിയ പറഞ്ഞത് പോത്തിന്റെ രൂപമാണ്. പക്ഷേ ആ രൂപത്തിൽ നിഷ്കള ഭാവത്തോടു കൂടി അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അതുകൊണ്ട് നിഷ്കള ഭാവത്തോടു കൂടി ആ രൂപത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചത് കൊണ്ട് ഭഗവാനെ അങ്ങനെ ദർശനം കൊടുത്തു എന്നുള്ളത്. എന്നിട്ട് പണ്ഡിതനോട് കൂടി പറയുന്നുണ്ട്, ബ്രാഹ്മണനോട് പറയുന്നുണ്ട്, നോക്കൂ ഞാൻ ഭഗവാനെ കാണുന്നുണ്ട്. ദേഹാണ്ട് ശ്രീകോവിലത്തില് അന്നുണ്ടെ പോത്തിന്റെ രൂപത്തിൽ ഭഗവാൻ നിൽക്കുന്നുണ്ട്, പോത്ത് നിൽക്കുന്നുണ്ടെന്ന്. പക്ഷേ ഈ ബ്രാഹ്മണനാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ അവിടെ പിന്നെ ഇത് ഭഗവാന്റെ അരുളിപ്പാടുണ്ടാകുന്ന സമയത്ത് ആ ബ്രാഹ്മണന് മനസ്സിലാവുന്നത്, ഞാൻ അന്ന് പറഞ്ഞിരുന്നതല്ലേ പോത്തിനെ, ആ രൂപത്തിൽ അവൻ പ്രാർത്ഥിച്ചതുകൊണ്ട് ഭഗവാൻ എന്താ കാണിച്ചു കൊടുത്തത്, ആ പോത്തിന്റെ രൂപത്തിൽ ഭഗവാന്റെ ദർശനം അവന് കൊടുത്തു എന്നുള്ളതാണ്. അവസാനം ഈ ബ്രാഹ്മണന് പണ്ഡിതനോടായിരുന്നല്ലോ, അതുകൊണ്ട് അഹങ്കാരം കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രാഹ്മണന് ഈ വൃത്തിനെ സാഷ്ടാംഗം നമസ്കരിച്ച് തന്റെ അപരാധത്തിന് മാപ്പ് ചോദിച്ചു എന്നുള്ളതാണ്. എന്ന് പറയുന്നത് പോലെ ഭഗവാൻ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ നമ്മൾ കാണുന്നുണ്ടോ ആ ഭാവത്തിൽ നമുക്ക് ഭഗവാന് ദർശനം തരും. മീൻസ് കലികാലത്തിൽ നമ്മുടെ ഈ നഗ്നമായിട്ടുള്ള ദൃഷ്ടി കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ജ്ഞാനദൃഷ്ടി കൊണ്ട് നമ്മൾ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ കാണണമെന്നുള്ളതാണ്. ആ ഉള്ളിൽ കണ്ടുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വേണുഗാനം ഈ ദശകം ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കാം, ശ്രീ ഗുരുവായൂരപ്പന്റെ തൃപാദത്തിൽ സമർപ്പിക്കാം. അന്നേരം പിന്നെയും പട്ടതിരിപ്പാട് പറയുന്നുണ്ട്, ഭാഗ്യമാ മാരുദേശ ഭഗവാനെ, എല്ലാവർക്കും ഭാഗ്യം കൊടുത്ത് ആ ഭഗവാൻ എന്ത് ചെയ്യണം, ഹേ ഗുരുവായൂരപ്പ എന്നെ കൂടി രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ദശകത്തിന്റെ അവസാനത്തില് പട്ടതിരിപ്പാട് പറയുന്നത്. നമുക്കും പൊന്നുഭഗവാന്റെ തൃപാദത്തിന് സകലം ഈ ദശകം സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് മുന്നോട്ട് വെക്കാം. വജ്രാകൽപതരൂപിച്ച കൃപാസിന്ധു പതിദാനാം ഭവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ.